നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ റൗണ്ട് ഓഫ് 32 ഇന്ന് ജപ്പാൻ നേരിടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 10:30 കളി ആരംഭിക്കുക. ഈ കളിയിൽ ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ആരൊക്കെ ഇറങ്ങും? ചോദ്യം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് കാർലോ അഞ്ചലോട്ടിയോടാണ്. അദ്ദേഹം അതിന് രസകരമായ മറുപടിയാണ് പറഞ്ഞത്. സാധാരണ വേൾഡ് കപ്പിന് മുമ്പൊക്കെ പ്ലേയിങ് 11 ഏതാണ്ടൊരു സൂചനയൊക്കെ നൽകുമായിരുന്നു. കോച്ച് ഇപ്പോൾ അതിന് തയ്യാറല്ല. അദ്ദേഹം പറയുന്നത്, എനിക്കറിയില്ല പ്ലേയിങ് 11 എന്താവുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈനപ്പ് തരുന്ന പ്രശ്നമില്ല. നിങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് പോകണ്ട. തമാശയായി പറഞ്ഞു ചിരിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ലൈനപ്പ് തന്നാൽ നിങ്ങൾ റിലാക്സ്ഡ് ആവും. എന്തായാലും ഞാൻ ആ ലൈനപ്പിനെ കുറിച്ച് കുറച്ചുകൂടി ചിന്തിക്കട്ടെ. നിങ്ങളും കുറച്ചധികം ചിന്തിക്ക്. നമുക്ക് സ്റ്റേഡിയത്തിൽ വെച്ചറിയാം ലൈനപ്പ് എന്താകുമെന്ന്. ഇതാണിപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വിട്ടു പറയാൻ കോച്ച് കാർലോ അഞ്ചലോട്ടി തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ്. അതേസമയം ട്രെയിനിങ്ങിലെയും മറ്റു കാര്യങ്ങളുമൊക്കെ അനാലിസിസ് ചെയ്ത് ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരപ്രകാരം ബ്രസീലിൻ്റെ പ്ലേയിങ് 11 ഇങ്ങനെയായിരിക്കും. ഗോൾ കീപ്പർ ആലിസൺ ബെക്കർ, ഡിഫൻസിൽ ഡാനിലോ മാർക്കിനോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഡഗ്ലസ് സാന്റോസ്, മധ്യനിരയിൽ കാസിമിറോ, ബ്രൂണോ ഗുയിബാരസ്, ലൂക്കാസ് പക്വേറ്റ, മുന്നേറ്റത്തിൽ റയാനും മാത്യൂസ് കുഞ്ഞ, വിനി ജൂനിയർ. അതായത് കഴിഞ്ഞ കളിയിൽ സ്കോട്ട്ലൻഡിനെതിരെ ഏത് 11 കൊണ്ടിറങ്ങിയോ അതേ 11 തന്നെ ബ്രസീൽ ഈ കളിയിലും സ്റ്റാർട്ട് ചെയ്യിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അത് കാർലോ അഞ്ചലോട്ടിയുടെ ഒരു പതിവ് തെറ്റിക്കലാണ്. സാധാരണഗതിയിൽ ഓരോ കളിക്കും 11 മാറ്റുന്നയാളാണ്. പക്ഷേ ഈ കളിക്ക് അത് മാറ്റുന്നില്ല എന്നുള്ള വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാൻ കോച്ച് പറഞ്ഞ പോലെ നമുക്കും ചിന്തിക്കാം, കോച്ചും ചിന്തിക്കട്ടെ. സ്റ്റേഡിയത്തിൽ വെച്ചറിയാം ആരൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.